2024 18 വയസ്സിന് താഴെയുള്ള 391 വ്യക്തികൾ അവരുടെ ജീവിതം സ്വമേധയാ എടുത്തു എന്നുള്ള സങ്കടകരമായൊരു ന്യൂസ് ഈ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ ന്യൂസ് പേപ്പറുകളിൽ വായിച്ചിട്ടുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എഫേർട്ട് ഇടുന്നു എന്ന് കേൾക്കുമ്പോഴുള്ള വലിയ സന്തോഷം. ഒപ്പം തന്നെ ഏകദേശം 20ഓളം കാര്യങ്ങൾ അത് എങ്ങനെയാണ് ഈ വ്യക്തികളെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് നടക്കുന്നത്. ഈ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഒറ്റ വാക്കിൽ ഈ പ്രശ്നങ്ങളുടെ കാരണമായിട്ട് പറയുന്നത് അജ്ഞത എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണെങ്കിൽ അത് അജ്ഞത എന്നായിരിക്കും പറയുക. അതിൽ ഒന്നാമത്തെ അജ്ഞത എന്ന് പറയുന്നത് ആ വ്യക്തികൾക്ക് ഉണ്ടായിരുന്ന അജ്ഞതയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂയിസൈഡൽ ചിന്ത മനസ്സിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്രസീവായിട്ടുള്ള തോട്ട്സുകൾ മനസ്സിൽ വരുമ്പോൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിൽ ഉണ്ട് എന്ന് തോന്നുമ്പോൾ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥ, ആ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരം കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥ, ഇത് ശരിക്കും ഒരു അജ്ഞതയാണ്. കാരണം 90% ആത്മഹത്യകളും നടക്കുന്നത് കണക്കുകൾ പറയുന്നതനുസരിച്ച് അത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ്. ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അത് ഞാനാവട്ടെ നിങ്ങളാവട്ടെ ആ സമയത്ത് ആ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ടത് ആവശ്യമാണ്. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്കിങ്ങനെ പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു പങ്കുവയ്ക്കൽ അത് നിർബന്ധമായിട്ടും ആവശ്യമാണ്. രണ്ടാമത്തെ അജ്ഞത എന്ന് പറയുന്നത് അത് പേരൻസിൻ്റെ അജ്ഞതയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ, യുവാക്കൾ, അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്തേക്ക് ഇവരെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഇവർ ചിന്തിക്കാറില്ല. പലപ്പോഴും ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, മാതാപിതാക്കൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇതൊക്കെ വലിയ കാര്യമാണോ? ഞാൻ സാധാരണ പറയാറുണ്ട്, ഏതെങ്കിലുമൊക്കെ കുട്ടിക്ക് സൂയിസൈഡ് തോട്ട്സ് ഉണ്ടെങ്കിൽ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ മാതാപിതാക്കൾ ചോദിക്കും, ഇത് അത്രമാത്രം സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണോ? അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകാറില്ലേ? ഇതൊരു അജ്ഞതയാണ്. കാരണം സൂയിസൈഡ് തോട്ട്സ് ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഈ കാരണങ്ങളൊക്കെ അത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു അജ്ഞത നമ്മുടെ മാതാപിതാക്കൾക്കുണ്ട്. മൂന്നാമത്തെ അജ്ഞത എന്ന് പറയുന്നത് ഈ മരിച്ച വ്യക്തികളുടെ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നവരുടെ കൂട്ടുകാരുടെ അജ്ഞതയാണ്. നോർമലി ഇത്തരത്തിലുള്ള വ്യക്തികൾ അവർ തങ്ങളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാറുണ്ട്, എനിക്കിങ്ങനെ ഒരു തോട്ട്സ് ഉണ്ടാകുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂട്ടുകാരോട് പറയും, സാരമില്ലടാ, എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി എന്ന് ആയിരിക്കും സാധാരണ കിട്ടുന്ന അഡ്വൈസ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അഡ്വൈസാണ്. കാരണം പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഈ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യാൻ ആ വ്യക്തിക്ക് തന്നെ പറ്റത്തില്ല. ഒരു എക്സ്പേർട്ടിൻ്റെ സപ്പോർട്ട് വേണം. ചില സമയത്ത് അത് മെഡിസിൻ്റെ സപ്പോർട്ട് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ഓക്കെ ആവുകയുള്ളൂ. നാലാമത്തെ അജ്ഞത എന്ന് പറയുന്നത് അത് ടീച്ചേഴ്സിൻ്റെ അജ്ഞതയാണ്. ഒരു കുട്ടി ഡള്ളായിട്ടിരിക്കുമ്പോൾ അവർക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവന് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. ഞാൻ എല്ലാ ടീച്ചേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ എനിക്കറിയാവുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ ചോദിക്കുന്നത്, ഇവക്ക് എന്തിൻ്റെ കേടാണ്, ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്, ഇവക്ക് വീട്ടിൽ വേറെ പണിയൊന്നുമില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് ചോദിക്കുന്ന ടീച്ചേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഡിപ്രഷനാണ്, അതല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ടീച്ചേഴ്സിന് ഇല്ലാതെ പോകുന്നു. ഇത് വലിയൊരു അജ്ഞതയാണ്. അടുത്ത അജ്ഞത എന്ന് പറയുന്നത് അത് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് പലപ്പോഴും അറിവുണ്ടായിട്ടും അറിവില്ല എന്ന് നടിക്കുന്നതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു അജ്ഞതയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ്, അതല്ലെങ്കിൽ PCOD, അതല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടൊക്കെ ഡിപ്രഷൻ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് വ്യക്തികൾ അല്ലെങ്കിൽ യുവജനങ്ങൾ അതല്ലെങ്കിൽ കുട്ടികൾ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ ഒരിക്കൽ പോലും ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ഡൗട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യ ടെൻഡൻസി പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ചോദിക്കുന്നുണ്ടോ എന്ന് ഒരു വലിയ ഡൗട്ടും എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർ തൈറോയിഡ് സ്കാൻ ചെയ്യുന്നു, അതല്ലെങ്കിൽ ബ്ലഡ് എടുത്ത് അത് ചെക്ക് ചെയ്യുന്നു, അതല്ലെങ്കിൽ PCOD-യുടെ റിലേറ്റഡ് ആയിട്ടുള്ള സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കുന്നു, അതല്ലെങ്കിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നു. അതിനപ്പുറത്ത് അത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രയോ വലുതാണ്. ഡിപ്രഷൻ്റെ ഏകദേശം 21ഓളം സിംറ്റംസ് ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാം. അതിൽ സൂയിസൈഡൽ തോട്ട്സ് എന്ന് പറയുന്നത്, സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വളരെ ഹൈ ആണ്. ഇതിനെക്കുറിച്ച് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് സാധാരണ രീതിയിൽ ഡിസ്കസ് ചെയ്യില്ല. അവർക്ക് സമയമില്ലാത്തതിൻ്റെ പേരിലും അവരുടെ തിരക്ക് കൊണ്ടും ഒക്കെ ആയിരിക്കാം. അപ്പം ഇത്തരത്തിലുള്ള അജ്ഞതകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്. നമ്മൾ പലപ്പോഴും 100% സാക്ഷരത നേടിയ കേരളം എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ സാക്ഷരത നമ്മൾ നേടിയിട്ടില്ല എന്ന് തോന്നുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയാണ്. ഒരു ടച്ച് കൊണ്ട്, ഒരു കെയർ കൊണ്ട്, അതോടൊപ്പം തന്നെ ഒരു നല്ല അഡ്വൈസ് കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. നമ്മൾ സഹോദരൻ്റെ കാവൽക്കാരനാണ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. കാരണം നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലുള്ള തളർച്ചകൾ ഉണ്ടാകുമ്പോൾ, ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇവൻ എന്താ പ്രശ്നം, ഇവൻ ഏതെങ്കിലും തരത്തിൽ ഈ ലക്ഷണങ്ങൾ, ഇവൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ മാരകമായി തീരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ കോമൺ സെൻസോട് കൂടി ചിന്തിക്കുന്ന ഒരു സഹോദരനായിട്ട്, സഹോദരിയായിട്ട്, ഒരു ഫ്രണ്ടായിട്ടൊക്കെ നമുക്ക് മാറാൻ കഴിയട്ടെ. ഒരു അപ്പനും അമ്മയും ഒക്കെ ആയിട്ട് മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുമൂലം നമുക്ക് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. ഈ ഗവൺമെൻറ്റിൻ്റെ എഫേർട്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എഫേർട്ട് തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. ഈ കണ്ടുപിടിക്കുന്ന പ്രശ്നങ്ങൾ അത് മറ്റുള്ള കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാൻ, യൂത്തിന് ഉണ്ടാവാതിരിക്കാൻ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലുമൊക്കെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ നമ്മുടെ സർക്കാരിന്, ഗവൺമെൻറ്റിന്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.